സ്ത്രീ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയടക്കമുള്ള തുകയുടെ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ്. ഇനി എല്ലാ മാസവും 3000 രൂപ വീതം അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന പദ്ധതിയുടെ വിശദ വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലും മറ്റിടങ്ങളിലും നടത്തിയ റെയ്ഡിനെതിരെ സംസ്ഥാന വ്യാപകമായി CPIM നാളെ പ്രതിഷേധിക്കും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലാണ് ED റെയ്ഡ് നടത്തിയത്. റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിലായി. 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ വന്ന 3 കാറുകളാണ് തകർത്തത്. അതിലെ ഡ്രൈവർക്കും പരിക്കുകളുണ്ട്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. ഈ ഒരു തുക ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കമന്റിലൂടെ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു പദ്ധതി പ്രകാരം 2000 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ലഭിക്കാനുള്ളത്. അത് ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്താണ് 2000 രൂപ ലഭിക്കേണ്ടത്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നു വരികയാണ്. ഇതിനോടകം തന്നെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക കൈമാറി കഴിഞ്ഞു. ഇനി കൈകളിൽ ലഭിക്കുന്ന ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു തുക ലഭിക്കുകയും ചെയ്യും. അടുത്തതായി ലഭിക്കേണ്ട ഒരു ധനസഹായമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള 1000 രൂപയുടെ വിതരണം. ഈ ഒരു തുക അടുത്ത മാസം പകുതിയോടുകൂടി ലഭിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. 2000 രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത്. അടുത്തതായി കേന്ദ്ര സർക്കാരിന്റെ ഒരു ജനകീയ പദ്ധതി പ്രകാരം 3000 രൂപ എല്ലാ മാസവും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. ഒരു വീട്ടിലെ ഒന്നിലധികം ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക നേരിട്ട് എത്തിച്ചേരും. സർക്കാർ സർവീസിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയില്ലാത്തവർക്ക് വാർദ്ധക്യകാലത്തെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്നുള്ളൊരു പദ്ധതി. ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും 3000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന വലിയൊരു പദ്ധതിയാണിത്. പ്രതിമാസ വരുമാനം 20,000 രൂപയിൽ താഴെ നിൽക്കുന്ന 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അസംഘടിത തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ് ഈ ഒരു പദ്ധതി. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമായും റിക്ഷ വലിക്കുന്നവർ, ചുമട്ട് തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, ദിവസ വേതനത്തിന് ജോലിയെടുക്കുന്നവർ, ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ, സ്വയം തൊഴിൽ, വീട്ടുജോലി, കൃഷിപ്പണി എന്നിങ്ങനെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ആദായ നികുതി അടയ്ക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ പദ്ധതിയിൽ അംഗമായവർക്കെല്ലാം തന്നെ മാസം 3000 രൂപ വീതം പെൻഷനായി നൽകും. പദ്ധതിയിൽ അംഗമാവുന്നതിന് കൂടുതൽ മാനദണ്ഡങ്ങളൊന്നുമില്ല. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അംഗമാകാം. CSC സെന്ററുകൾ വഴി അപേക്ഷ നൽകാം. ആധാർ, അതുപോലെ തന്നെ SB അക്കൗണ്ട്, മൊബൈൽ നമ്പർ എന്നിവയാണ് പദ്ധതിയിൽ അംഗമാവാൻ വേണ്ട രേഖകൾ. APL BPL വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ ചേരാൻ സാധിക്കും. മാസ വരുമാനം 20,000 രൂപയിൽ കൂടാൻ പാടില്ല. തീർത്തും വരുമാനം കുറഞ്ഞ സാധാരണക്കാരെ ഉദ്ദേശിച്ചുള്ളതാണ് ഈ ഒരു പദ്ധതി. NPS പെൻഷൻ പദ്ധതി, EPF, അതുപോലെ തന്നെ ESI ഇവയിലൊന്നും തന്നെ അംഗമല്ലാത്ത ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. തൊഴിലാളികൾ പദ്ധതിയിൽ ചേരുന്ന അവരുടെ പ്രവേശന പ്രായമനുസരിച്ച് 55 രൂപ മുതൽ 200 രൂപ വരെയാണ് പ്രതിമാസം നിക്ഷേപിക്കേണ്ട തുക. കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി ആയതിനാൽ കേന്ദ്ര സർക്കാരും സമാനമായ തുക നിക്ഷേപിക്കും. 18 വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 55 രൂപയാണ് പ്രതിമാസം നിക്ഷേപിക്കേണ്ടത്. 29 വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 100 രൂപ പ്രതിമാസം നിക്ഷേപിക്കണം. ഇനി 40 വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ മാസം 200 രൂപയാണ് അടയ്ക്കേണ്ടത്. ചേരുന്ന വ്യക്തിയുടെ പ്രായത്തിനനുസരിച്ച് അംശാദായത്തിൽ വ്യത്യാസം വരും. ഏറ്റവും കുറഞ്ഞ തുക 55 രൂപയും കൂടിയ തുക 200 രൂപയുമാണ്. 60 വയസ്സിന് ശേഷമാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങുക. തുക അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് ഈ ഒരു പദ്ധതി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. 10 വർഷത്തിനകം പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്നുണ്ടെങ്കിൽ അവസരവുമുണ്ട്. നിങ്ങൾ അടച്ച തുക തിരികെ ലഭിക്കും. 10 വർഷത്തിന് ശേഷമാണ് പിൻവാങ്ങുന്നതെങ്കിൽ ബാങ്ക് പലിശ നിരക്കും ലഭിക്കും. പദ്ധതിയിൽ അംഗമായതിനു ശേഷം ആദ്യത്തെ അംശാദായ തുക അടച്ചു കഴിഞ്ഞാൽ
ഓട്ടോ ഡെബിറ്റ് വഴി ഓരോ മാസത്തിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പദ്ധതിയിലേക്കുള്ള പ്രതിമാസ തുക നിക്ഷേപിച്ചു കൊണ്ടിരിക്കും. പദ്ധതിയിൽ അംഗമാവാൻ CSC സെന്ററുകൾ വഴിയോ ജനസേവാ കേന്ദ്രങ്ങൾ മുഖേനയോ ഓൺലൈനായി അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.